ശ്രീ കെ പി മോൻ. സർ, കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടം ഏത് ദിവസവും തകർന്നു വീഴും എന്ന നിലയിലായിരുന്നു. പൊതുമരാമത്ത് സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ച് അൺഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു വർഷത്തിലധികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധീനതയിലുള്ള 15.5 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസ്തുത കെട്ടിടം പൊളിച്ചു മാറ്റി കെട്ടിടം പണിയുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് സാർ എൻ്റെ സബ്മിഷൻ. പ്രസ്തുത ആവശ്യത്തിനായി 18/7/2022 323/KPBA/2022 പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കൂത്തുപറമ്പ് AEO ഉചിത മാർഗേനയും പ്ലാനും എസ്റ്റിമേറ്റും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സെക്ഷനിൽ ഫയലിൽ ഇത് സംബന്ധിച്ച നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല സാർ. കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലുള്ള 72 പ്രൈമറി വിദ്യാലയങ്ങളും 7 ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസ്തുത ഓഫീസ് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സാർ. അങ്ങ് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി എന്തായാലും ഫണ്ട് തരും സാർ. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി സാർ, നമ്മുടെ ഈ സംസ്ഥാനത്ത് AEO ഓഫീസും DO ഓഫീസും വളരെ പ്രധാനപ്പെട്ട ഓഫീസുകളാണല്ലോ. പല DO ഏതാണ്ട് ഭൂരിപക്ഷം വരുന്ന DOമാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി വാഹനമില്ല, AUമാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി വാഹനമില്ല. നമ്മുടെ ഈ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഇൻസ്പെക്ഷന് പോകുന്നത് അവരുടെ നിലയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പ്രവർത്തനക്ഷമതമല്ലെന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാർ, പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിലേക്കുള്ള ശുപാർശ നൽകുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും പ്രസ്തുത കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്ലാനും 1,03,44,000 രൂപയുടെ എസ്റ്റിമേറ്റ് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെ നിർമ്മാണത്തിന് ഒരു ശീർഷകത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ തുകയൊന്നും വകയിരുത്തിയിട്ടില്ല. സാർ, ആയതിനാൽ കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിന് ഫണ്ടിൻ്റെ ലഭ്യത സംബന്ധിച്ച് ധനകാര്യ വകുപ്പുമായി ആലോചിച്ച് തീർച്ചയായിട്ടും നമുക്ക് സാധ്യമായ നിലയിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഈ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കൂട്ടായി നടത്താം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.